എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. ഡിവൈൻ ഹിൽ മലയാളം ധാരോട്ടിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. അപ്പൊ ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നമുക്ക് നോക്കാം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിന് സപ്പോർട്ട് ചെയ്യുക. നോക്കാം. നൈറ്റ് ഓഫ് വാൻസ് ആണ്. ഹൈ പ്രീസ്റ്റസ്, കൂടി നമുക്ക് അടുത്തെടുത്ത് നോക്കാം. സെലക്ഷൻ, new beginning, sense of mind, change of place, relationship, ദിവ്യൻ ദർശനാണ്. അപ്പോൾ ചില ആൾക്കാർക്ക് ശരിക്കും ഒന്നൊരു വളരെ ഒരു ഹാപ്പിനെസ് തോന്നുന്ന ഒരു ദിവസമാണ് കേട്ടോ. നല്ല ഒരു എനർജി അവർക്ക് ഫീൽ ചെയ്യും. എന്തെങ്കിലും കാര്യം ഒക്കെ ചെയ്യാൻ നിങ്ങൾ പെൻഡിങ്ങിലാക്കി ഉണ്ടായിരുന്നെങ്കിൽ അതെല്ലാം ഇന്ന് ചെയ്തു തീർക്കണം എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു എനർജി ഇന്ന് നിങ്ങൾക്ക് ഉണ്ടെന്ന് കാണുന്നുണ്ട്. അപ്പോൾ പലരും വേറെ പല കാര്യങ്ങളും മാറ്റി വെച്ചിട്ട് ഇന്ന് ആ പെൻഡിങ് വർക്ക് തീർക്കും എന്നാണ് കാണുന്നത്. അപ്പൊ അത് ചിലപ്പോൾ ഈ തവണ തീർത്തില്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നമുള്ള ആൾക്കാരുണ്ടായിരിക്കാം. അല്ലെങ്കിൽ പൊതുവെ ചിലപ്പോൾ പഠിക്കാനുള്ള കുട്ടികളാണെങ്കിലും ഇന്നേ ദിവസം ചില ടോപ്പിക്ക് പഠിച്ച് തീർക്കണം എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടായിരിക്കും. PSCക്ക് പഠിക്കുന്നവരെ ഉണ്ടെങ്കിൽ അങ്ങനെ കാണുന്നുണ്ട്. എന്തായാലും ഇന്നത്തെ എനർജി വളരെ ഹൈ ആണ്. നിങ്ങൾ നല്ല ചുറുചുറുക്കോടുകൂടി എല്ലാ കാര്യങ്ങളും ചെയ്യും. പുതിയൊരു കാഴ്ചപ്പാടോടുകൂടി ജീവിതത്തെ കാണും. നിങ്ങളുടെ തന്നെ ചില മിസ്റ്റേക്കുകൾ നിങ്ങൾ അത് തിരിച്ചറിയുന്നുണ്ട്. ഞാൻ അങ്ങനെ ചെയ്യേണ്ടായിരുന്നു, ഇനി അങ്ങനെ ചെയ്യില്ല എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. നിങ്ങളുടെ വഴി വേറെ ഒന്ന് തിരിച്ചു വിടുന്നുണ്ടെന്ന് കാണുന്നുണ്ട്. ഇൻഡ്യൂഷൻ ഉണ്ട് എന്നുള്ളതാണ്. ശരിക്കും പല കാര്യങ്ങളിലും നിങ്ങൾക്ക് ഒരു നിങ്ങൾ നേരത്തെ വിചാരിച്ചിരുന്ന കാര്യങ്ങളായിരിക്കും പലപ്പോഴും നടന്നിട്ടുള്ളത്. അപ്പോൾ അതുപോലെ നിങ്ങൾ പല കാര്യങ്ങളും ചിന്തിക്കുന്നുണ്ട്. ഈ ഒരു കാര്യം ഇങ്ങനെ ആയിരിക്കും നടക്കുന്നത് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാനുണ്ടെങ്കിൽ കൂടുതൽ നിങ്ങൾ സെർച്ച് ചെയ്യുന്നു എന്ന് കാണുന്നുണ്ട്. ചിലപ്പോൾ അത് പഠിക്കേണ്ട കാര്യമായിരിക്കാം, അല്ലെങ്കിൽ ചില വ്യക്തികളെ കുറിച്ചായിരിക്കാം, നിങ്ങൾക്ക് ഒരു സാഹചര്യത്തെ കുറിച്ചായിരിക്കാം. അപ്പോൾ അത് നിങ്ങൾക്ക് ഇൻഡ്യൂഷൻ വരുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ പെട്ടെന്ന് നിങ്ങൾ ഇപ്പോൾ ചിലപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് ഒരു സ്ലോയിലായിരുന്നെങ്കിൽ ഇന്ന് എനർജി അങ്ങ് ഹൈ ആയി. നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ, നിങ്ങൾക്ക് വേണ്ട ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ തിരക്കി അതിന് വേണ്ടിയിട്ട് അതിൻ്റെ പുറകെ നിങ്ങൾ പോവുകയും ചെയ്യുക എന്ന് കാണുന്നുണ്ട്. ഇപ്പോൾ ചില ആൾക്കാർ കുറേ നെഗറ്റിവിറ്റിയിൽ ഇരുന്ന ആൾക്കാരാണെങ്കിൽ, ഒന്നും എനിക്ക് വയ്യ, മുന്നോട്ടേക്ക് എനിക്ക് പോകാൻ പറ്റുന്നില്ല എന്ന് വിചാരിച്ചിരുന്ന ആൾക്കാരാണെങ്കിൽ അവർ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല എന്ന് വിചാരിച്ച് ശരിക്കും പ്ലാനിങ്ങോടുകൂടി അവർ മുന്നോട്ട് പോകുന്നു എന്ന് കാണുന്നുണ്ട്. അവർ പല കാര്യങ്ങളും ചിലപ്പോൾ നേരത്തെ വിചാരിച്ചിട്ട് വിട്ടുകളഞ്ഞ കാര്യങ്ങളായിരിക്കാം. പക്ഷെ ഇപ്പോൾ ഇന്നേ ദിവസം അവർ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് എന്തെങ്കിലും ചെയ്യാൻ സാധ്യതയുണ്ട്. പിന്നെ ശരിക്കും ചില ആൾക്കാർ ഇന്ന് ട്രാവല് പോകുന്നുണ്ടായിരിക്കും. അതിൽ ചേഞ്ച് ഓഫ് പ്ലേസ് വന്നിട്ടുണ്ട്. അപ്പോൾ ചില ആൾക്കാർ ഇന്ന് എന്നെ ദിവസം എന്തെങ്കിലും ഒരു ട്രാവലിംഗ് ചെയ്യുന്നുണ്ടായിരിക്കാം. ചില ആൾക്കാർ ഇന്ന് അവരാഗ്രഹിച്ചിരുന്ന എന്തോ ഒരു സ്ഥലത്തേക്ക് അവർ പോകുന്നു എന്ന് കാണുന്നുണ്ട്. അവർ കുറേ കാലം കൊണ്ട് പ്ലാൻ ചെയ്തിരുന്ന സ്ഥലത്തേക്ക് അവരിന്നൊരു യാത്ര പോകുന്നുണ്ട് എന്ന് കാണുന്നുണ്ട്. പിന്നെ ഇന്ന് ചില സേവിങ്സ് ഒക്കെ നടത്താൻ സാധ്യതയുണ്ട്. നിങ്ങൾ
കുറച്ച് പിശുക്ക് കാണിക്കും എന്നുള്ളതാണ്. നിങ്ങളെ ചിലവാക്കാൻ കുറച്ച് പിശുക്ക് കാണിക്കും. നേരത്തെ നിങ്ങൾ ഒരുപാട് ചിലവാക്കിയിരുന്ന ആൾക്കാരാണെങ്കിൽ ഇന്നൊന്ന് പിടിച്ച് വെച്ച് ചിലവാക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. ആ ഒരു ആവശ്യമില്ലാത്ത ചിലവുകളൊക്കെ ഒന്ന് ചുരുക്കണമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കാം പലരും. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഷോപ്പിൽ പോകുമ്പോൾ പോലും നമ്മൾ ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതുമായിട്ടുള്ള കുറേ കാര്യങ്ങൾ വാങ്ങിക്കും. അത് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ വീട്ടിലെത്തുമ്പോഴായിരിക്കും ഇതൊന്നും വാങ്ങേണ്ടിയിരുന്നില്ല എന്ന് തോന്നുന്നത്. അപ്പം ഇന്ന് നിങ്ങൾ അങ്ങനെ ചിന്തിക്കുന്നുണ്ട്, ഇനി ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആവശ്യമില്ലാത്ത കാര്യത്തിന് പൈസ സ്പെൻഡ് ചെയ്യൂല എന്ന്, വേസ്റ്റ് ആക്കൂല എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും വാങ്ങൂല എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് ചില കാര്യത്തിൽ ഒരു ഡിസപ്പോയിൻമെന്റ് ഉണ്ടാകാം എന്ന് കാണുന്നുണ്ട് കേട്ടോ. അതൊരു പ്രണയത്തിലായിരിക്കാം. നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ചിലപ്പോൾ നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളോട് പെരുമാറണം എന്നില്ല. അപ്പം അതിൽ നിങ്ങൾക്കൊരു വിഷമം തോന്നുന്ന ഒരു ദിവസമാണ്. കാരണം നിങ്ങൾ വിചാരിക്കും, ഞാൻ തന്നെ എപ്പോഴും കൂടുതൽ എഫേർട്ട് ഇടുന്നു, കൂടുതൽ കാര്യം ചെയ്യുന്നു, എന്തുകൊണ്ടാണ് ആ ആളിൽ നിന്നും തിരിച്ചെനിക്ക് ആ ഒരു കാര്യം കിട്ടാത്തത് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നു. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എപ്പോഴും നിങ്ങളായിരിക്കും, അല്ലെങ്കിൽ ഒരു ബ്രേക്കപ്പ് വരുമ്പോൾ നിങ്ങളായിരിക്കും അങ്ങോട്ട് പോകുന്നത്. അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിലായാലും, ഇപ്പോൾ ഹസ്ബൻഡ് വൈഫ് ആയാലും, ഈ ഒരു കാര്യത്തിൽ, ഈ ഒരു ഫാമിലിയിൽ കൂടുതൽ എഫേർട്ട് ഇടുന്നത് നിങ്ങളായിരിക്കും. അപ്പോൾ ഇത് ഓപ്പോസിറ്റിക്കുന്ന ആള് ചിലപ്പോൾ അത് ശ്രദ്ധിക്കുന്നുണ്ടായിരിക്കില്ല. ശ്രദ്ധിച്ചാൽ പോലും അത് മനസ്സിലാക്കുന്നു എന്ന് ചിന്തിക്കുകയില്ല. അങ്ങനെയാണ് കാണുന്നത്. അപ്പം നിങ്ങൾ അങ്ങനെയുള്ള എന്തോ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് ഒരു വിഷമം തോന്നുന്നു എന്ന് കാണുന്നു ഇന്നും. പിന്നെ ചില നിങ്ങൾ യാത്ര പോകുന്നുണ്ടെങ്കിൽ, ഇതിപ്പോൾ യാത്ര പോകുന്നു എന്ന് കാണുന്നല്ലോ, യാത്ര പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇന്ന് ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. ചിലപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ മോഷണം പോകാൻ സാധ്യതയുണ്ട്. ഇന്ന് പുറത്തേക്ക് പോകുമ്പോൾ തന്നെ നിങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ കാർഡ്സോ നിങ്ങളുടെ ഫോണോ അതൊക്കെ നിങ്ങളൊന്ന് കുറച്ച് കൂടി ഒന്ന് കെയർ ചെയ്യണം എന്നുള്ളതാണ്. ചില സമയത്ത് അത് ഒന്ന് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. കാരണം ഇതൊരു ട്രാവലും പിന്നെ ചേഞ്ച് ഓഫ് പ്ലേസും ഒരു 7 of Swords വന്നിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അത് എന്തെങ്കിലും ഒരു നഷ്ടം സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അപ്പം അതൊരു ഗൈഡൻസ് ആണ്. നിങ്ങളതൊന്ന് ശ്രദ്ധിച്ചാൽ മതി എന്നുള്ളതാണ്. പിന്നെ ചില ആൾക്കാർക്ക് അവര് എന്തോ കാര്യത്തെ ഭയപ്പെട്ടിരുന്നുവെങ്കിൽ, കാരണം നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു നെഗറ്റീവായിട്ടുള്ളൊരു കാര്യം സംഭവിക്കുമോ എന്ന് വിചാരിച്ച് ഭയപ്പെട്ടിരുന്നോ എന്ന് കാണുന്നുണ്ട്. അല്ലെങ്കിൽ ചില ആൾക്കാർ എന്തെങ്കിലും തരത്തിലൊരു ബ്ലാക്ക് മെയിൽ ചെയ്യുന്നുണ്ടായിരിക്കാം. ഇത് കുറച്ച് ആൾക്കാർക്ക് വേണ്ടിയിട്ട് മാത്രമുള്ളതാണ് കേട്ടോ. അപ്പോൾ ബ്ലാക്ക് മെയിലിംഗ് അങ്ങനെ നടക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ നിങ്ങൾ പുറത്ത് വരുന്നു എന്നുള്ളതാണ്. നിങ്ങൾ ആ പേടിച്ചിരുന്ന് ചിലപ്പോൾ ഉറക്കം പോലും ഇല്ലാതെ ഇരിക്കുന്നുണ്ടായിരിക്കാം. ഈ ആളങ്ങനെ ചെയ്യുമോ, എന്നെ ട്രാപ്പിലാക്കുമോ, അല്ലെങ്കിൽ എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്ത് എനിക്ക് വേറെ എന്തെങ്കിലും എൻ്റെ നിന്ന് ഇതാക്കാൻ ശ്രമിക്കുമോ എന്നൊക്കെ വിചാരിച്ചിട്ട് നിങ്ങൾ അങ്ങനെ ഒരു ട്രാപ്പിലാണ് എന്ന് കാണുന്നുണ്ട് കുറച്ച് ആൾക്കാർ. അവർ ചിലപ്പോൾ നിങ്ങളെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നുണ്ടായിരിക്കാം. അതിൽ നിങ്ങൾ ഒരുപാട് ഭയപ്പെട്ടിരുന്നു എന്ന് കാണുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇന്ന് ധൈര്യം സംഭരിച്ച് ആ ഒരു ഭയത്തിൽ നിന്നൊക്കെ പുറത്തു വരുന്നുണ്ട്. എന്തായാലും വരുന്നത് വരട്ടെ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നു. വരും പോലെ വരട്ടെ. ഇനിയിപ്പോൾ എത്ര കാലം ഇങ്ങനെ ഒളിച്ചിരിക്കാൻ പറ്റും? അപ്പം നിങ്ങൾ ചിലപ്പോൾ ആ വ്യക്തിയെയോ ആ സാഹചര്യത്തെയോ കാണാതെ പോകാൻ ശ്രമിക്കുന്നുണ്ടായിരിക്കാം. ചിലപ്പോൾ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടായിരിക്കാം. നിങ്ങൾ അങ്ങോട്ട് വിളിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് ഇവരെന്താണ് പറയുന്നതെന്ന് അറിഞ്ഞുകൂടല്ലോ. അപ്പം അങ്ങനെ വിചാരിച്ചിരുന്നു എങ്കിൽ നിങ്ങൾ എന്ന് വിചാരിക്കുന്നു, എന്തും ഞാൻ ഫേസ് ചെയ്യും, ഒളിച്ചോടാൻ പറ്റില്ല എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. ഒളിച്ചോടിയിട്ട് കാര്യമില്ല എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. പിന്നെ ഇന്ന് എന്തായാലും നിങ്ങൾ ചെയ്യാതിരുന്ന എന്തോ ഒരു കാര്യം നിങ്ങൾ ചെയ്യുന്നു എന്ന് തന്നെ കാണുന്നു കേട്ടോ. നിങ്ങൾ പെൻഡിങ്ങിലാക്കിയിരുന്ന എന്തോ ഒരു കാര്യം, കുറച്ചു കാലം മുന്നേ അത് പെൻഡിങ്ങിലാക്കിയതായിരിക്കും. അത് എന്തെങ്കിലും ഒരു പ്രോജക്റ്റ് ചിലപ്പോൾ നടക്കാതിരുന്നതായിരിക്കും. അത് ഇന്നേ ദിവസം അത് റീസ്റ്റാർട്ട് ചെയ്യുന്നു എന്നാണ് കാണുന്നത്. ആ ഒരു കാര്യത്തിൽ നിങ്ങൾ ഉദ്ദേശിച്ച പോലത്തെ ഒരു ഔട്ട്കം നിങ്ങൾക്ക് കിട്ടും. ഒരു പോസിറ്റീവായിട്ടുള്ളൊരു ഔട്ട്കം നിങ്ങൾക്ക് കിട്ടും എന്ന് കാണുന്നുണ്ട്. അപ്പം അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് ഇന്നേ ദിവസം നടക്കും എന്നാണ് കാണുന്നത്. പിന്നെ ഇതിൽ സെലക്ഷൻ വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾ എന്ത് കാര്യവും സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ചൂസ് വൈസ്ലി എന്നാണ്. അപ്പം അത് ചൂസ് ചെയ്യുന്നത് ബുദ്ധിപൂർവ്വം ചൂസ് ചെയ്യാനാണ് പറയുന്നത്.
അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ഫ്യൂച്ചറിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ എന്ത് കാര്യവും ഇന്നേ ദിവസം നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക എന്നാണ്. ന്യൂ ബിഗിനിങ്സ് ആണ്. അപ്പോൾ പുതിയ തുടക്കങ്ങളുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഒരു പുതിയ തീരുമാനം എടുത്തിട്ടുണ്ടായിരിക്കാം ജീവിതത്തിൽ. ഇന്ന് മുതൽ ഇങ്ങനെയാണ് ഞാൻ ചെയ്യേണ്ടത്, പാസ്റ്റിൽ ചെയ്തതുപോലെ ഇനി ഞാൻ ചെയ്യൂല, അങ്ങനത്തെ ഒരു തീരുമാനം നിങ്ങൾ എടുത്തിട്ടുണ്ടായിരിക്കാം. അപ്പോൾ എന്തായാലും ആ ഒരു കാര്യത്തിന് നിങ്ങൾ എന്തോ ഒരു കാര്യത്തിന് നിങ്ങളെ വേദനിപ്പിക്കുന്ന കാര്യത്തിന് എൻഡ് ആക്കിയിട്ട് നിങ്ങളൊരു പുതിയ തുടക്കം ഉണ്ടാക്കി എന്ന് കാണുന്നുണ്ട്. പ്രസൻസ് ഓഫ് മൈൻഡ് ആണ്. അപ്പം നിങ്ങൾ ഏത് സാഹചര്യത്തിലായാലും എത്ര പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷനിൽ കൂടി കടന്നു പോയാലും നമ്മളെ പ്രസൻസ് ഓഫ് മൈൻഡ് കൈവിടരുത് എന്നുള്ളത്. നമ്മുടെ മനസ്സിനെ നമ്മൾ ആ ഒരു പെട്ടെന്ന് അങ്ങനെ മറ്റുള്ളവർക്ക് മനസ്സിലാകരുത്. നിങ്ങൾ ചില ആൾക്കാർ പെട്ടെന്ന് സങ്കടം വരുമ്പോൾ കരയുകയും അങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാരായിരിക്കും. മറ്റുള്ളവർക്ക് മനസ്സിലാകും നിങ്ങൾ എന്താണ് എന്നുള്ളത്, നിങ്ങളുടെ ഇപ്പോഴത്തെ ഇമോഷൻ എന്താണെന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാകാൻ സാധ്യതയുണ്ട്. അപ്പം നിങ്ങൾ ആ ഒരു കാര്യം നമ്മൾ എന്താണെന്ന് പെട്ടെന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ പറ്റരുത്. കാരണം പ്രത്യേകിച്ച് നമ്മളെ അറിഞ്ഞുകൂടാത്ത ആൾക്കാർക്ക് നമ്മൾ എന്താണെന്ന് മനസ്സിലാക്കാൻ ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കരുത്. നമ്മൾ ചീറ്റ് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട്. അത് നമ്മുടെ തിക് ഫ്രണ്ട്സ് എന്ന് നമ്മൾ വിചാരിക്കുന്ന ആൾക്കാരെ ആയാലും അങ്ങനെയാണ്. അപ്പം എല്ലാ ഫ്രണ്ട്സിനെ കുറിച്ചും അല്ല പറയുന്നത്. കുറച്ച് ആൾക്കാർ, നമ്മുടെ കൂടെയുള്ള ആൾക്കാരെല്ലാം നമ്മളോട് എപ്പോഴും ഫ്രണ്ട്സ് ആയിരിക്കണം എന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാ കാര്യങ്ങളും അവരോട് തുറന്ന് പറയാതിരിക്കുക. അപ്പോൾ ഇപ്പോഴത്തെ ഫ്രണ്ട് എന്ന് പറയുന്നത് നാളത്തെ ഏറ്റവും വലിയ ശത്രു ആകാം, സാഹചര്യങ്ങൾ മാറാം. അപ്പോൾ നിങ്ങൾ ശരിക്കും ഒരു സമയത്ത് നമ്മളത് ചിന്തിക്കുക. നമ്മളൊരു സമയത്ത് നമ്മളുടേതായ കുറച്ച് രഹസ്യങ്ങളെങ്കിലും, നമ്മൾ മാത്രം അറിയാവുന്ന കുറച്ച് രഹസ്യങ്ങളെങ്കിലും നമുക്കുണ്ടായിരിക്കണം. നമ്മളൊരു ഓപ്പൺ ബുക്ക് ആയിരിക്കരുത്. അപ്പോൾ മറ്റുള്ളവർ എല്ലാവർക്കും വായിക്കാൻ പറ്റുന്ന ഒരു ബുക്ക് ആയിരിക്കരുത്. നമ്മൾ എന്താണ് എന്ന് എല്ലാവർക്കും മനസ്സിലാക്കി കൊടുക്കരുത്. കാരണം നമ്മൾ ചീറ്റ് ചെയ്യപ്പെടാനും നമ്മളെ മറ്റുള്ളവർ വേറൊരു തരത്തിൽ കാണാനും അല്ലെങ്കിൽ നമ്മളെ പെട്ടെന്ന് ഇത് ഇത്രയേ ഉള്ളൂ എന്ന് അങ്ങനെ ചെയ്യരുത്, മനസ്സിലാക്കിപ്പിക്കരുത് ആരെക്കൊണ്ടും. അതൊരു മെസ്സേജാണ് കേട്ടോ നിങ്ങൾക്ക്. ചേഞ്ച് ഓഫ് പ്ലേസ് വന്നിട്ടുണ്ട്. ഇപ്പോൾ ചില ആൾക്കാർ വേറൊരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ട്രാവൽ ചെയ്യുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ വീട് മാറുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ പഠിക്കാൻ പുതിയൊരു സ്ഥലത്തേക്ക് നിങ്ങൾ പോകുന്നുണ്ടായിരിക്കാം. എന്നൊരു തുടക്കമായിരിക്കാം. അങ്ങനെ കാണുന്നുണ്ട്. അപ്പം എന്തായാലും നിങ്ങൾ ജോയ് ഓഫ് ഫ്രണ്ട്ഷിപ്പ് വന്നിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾ പഠിക്കാൻ പോകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടായിരിക്കും നിങ്ങൾ പഠിക്കാൻ പോകുന്നത്. ചിലപ്പോൾ കുറച്ച് ആൾക്കാർ നിങ്ങൾ നേരത്തെ പഠിച്ച ആൾക്കാരുമായിട്ട് നിങ്ങൾ ഒരുമിച്ച് പോകുന്നുണ്ടായിരിക്കാം. വീണ്ടും എന്തെങ്കിലും ഒരുമിച്ച് പഠിക്കണം എന്ന് ചിന്തിച്ച് പോകുന്നുണ്ടായിരിക്കാം. കുറച്ച് ക്ഷമ വേണം എന്ന് കാണുന്നുണ്ട്. അപ്പം നിങ്ങൾ എന്താണോ അനുഭവിച്ചിരുന്നത് അതിനൊക്കെ റിവാർഡ് ദൈവം തരുന്നുണ്ട്. പക്ഷെ അത് പെട്ടെന്ന് വരണം എന്ന് ചിന്തിക്കരുത്. ഒരു സമയത്തിന് വിട്ടുകൊടുക്കുക. ഇപ്പം നിങ്ങൾ പലപ്പോഴും പരാതി പറയുന്നത് കേട്ടിട്ടുണ്ട്, എന്നും ഇങ്ങനെയാണ്, ഒരിക്കലും അത് ശരിയാകാൻ പോണില്ല എന്നൊക്കെ. അപ്പോൾ അങ്ങനെ ചിന്തിക്കരുത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് എല്ലാത്തിനും ഒരു സമയമുണ്ട്. ആ സമയത്ത് മാത്രമേ അത് നടക്കുകയുള്ളൂ. പിന്നെ നമ്മളുടെ പ്രാർത്ഥനയും മെഡിറ്റേഷനും ഒക്കെ കൊണ്ട് നമുക്കതൊന്ന് സ്പീഡപ്പ് ആക്കാൻ പറ്റും എന്നുള്ളതാണ്. പക്ഷെ നമ്മളുടെ ലൈഫിൽ നമ്മൾ അനുഭവിക്കേണ്ടതായ എല്ലാ കാര്യങ്ങളും നമ്മൾ അനുഭവിച്ചിട്ട് തന്നെ മുന്നോട്ട് പോകാൻ പറ്റുള്ളത് ഇങ്ങനെ എഴുതപ്പെട്ടൊരു കാര്യമാണ്. അപ്പം അത് നമുക്ക് മാറ്റാൻ പറ്റും. ആ ഒരു നമ്മൾ പറയൂലേ, നമ്മളുടെ തലയിലെഴുത്ത് മാറ്റാൻ പറ്റുന്നു. അതിനാണ് ഈ ചൂസ് വൈസിലി എന്ന് പറയുന്നത്. നമ്മൾ തിരഞ്ഞെടുക്കുന്നത് വളരെ ബുദ്ധിപൂർവ്വമായിരിക്കണം. പിന്നെ നമ്മളുടെ ഡെസ്റ്റിനി നമുക്ക് എഴുതി വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒന്നും ചെയ്യാതിരിക്കരുത്. അപ്പം നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യുക. അപ്പോൾ വരേണ്ടത് പകുതി താൻ പാതി ദൈവം പാതി എന്നുള്ളതാണ്. അപ്പം നമുക്ക് ചില കാര്യങ്ങൾ സംഭവിക്കേണ്ടത് സംഭവിക്കും, ചില കാര്യങ്ങൾ നമുക്കും ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ അങ്ങനെ മനസ്സിലാക്കുക. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഡിവൈൻ മെസ്സേജ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇതൊരു ഗൈഡൻസ് ആയിട്ട് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും എന്ന് കരുതുന്നു. അങ്ങനെയാണെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആൾക്കാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക.
ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നിങ്ങളെല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ദൈവം നടത്തി തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നന്മ വരട്ടെ. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് കാണും വരെ ബൈ.